മാളും ഇതുപോലൊരു തറയുത്സവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാ ആളുകൾ പറയുന്നത്. നീ വരേണ്ടതായിരുന്നു. നമ്മുടെ സുകുമാരന്റെ വിഷ്ണുമൂർത്തി സാക്ഷാൽ നരസിംഹ അവതാരത്തെ മുന്നിൽ കണ്ട പോലെയായിരുന്നു ആളുകൾക്ക്. എന്താ ഒരു കലി! നീ പുച്ഛിക്കണ്ട, കണ്ടാ നീയും പറയും അത് ഇക്കണ്ട കാലത്രയും നമ്മൾ കണ്ട സുകുമാരനല്ല, സാക്ഷാൽ ദൈവം തന്നെയാ. ദൈവം എനിക്കറിയാം, ഒരിക്കലും അയാൾക്കൊരു ദൈവമാകാൻ കഴിയില്ല. നല്ലൊരു വിശ്വാസി കൂടിയല്ല അയാൾ. പിന്നെ നിങ്ങൾ കണ്ട കലി അത് സുകുമാരന്റെ കലിയാ. എന്നോടുള്ള കലി, ചന്ദ്രേട്ടനോടുള്ള കലി, മുഴുവൻ മേൽജാതിക്കാരോടുള്ള കലി. പരിഹസിച്ചവരെല്ലാം ഒരു ദിവസമെങ്കിലും കൈകൂപ്പി നിർത്താനാത്രേ തെയ്യം കെട്ടണത്. അല്പൻ. സന്ധ്യ, നിന്റെ വായിലെ നാവ് ഇത്തിരി കൂടുന്നുണ്ട്, അത് നിനക്ക് ദോഷം ചെയ്യും. അവൻ വ്രതത്തിലായതുകൊണ്ടാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. ഇനി നീ പോയി അവനോട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഇല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ആരുമില്ലാണ്ട് ഇവിടെ കിടന്ന് നരകിക്കുന്നേ. അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചോളാം. എന്നാലും ഇനി ഞാൻ ആ മനുഷ്യന്റെ കാല് പിടിക്കാൻ പോവില്ല. ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ വാശി പിടിച്ചുള്ളൂ, തെയ്യം കെട്ടാൻ പോകല്ലേ സുഖേട്ടാന്ന്. അതിന് അന്ന് എന്തൊക്കെ അയാൾ പറഞ്ഞത്. ഞാൻ അയാളെ ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടെന്ന് അറിഞ്ഞപ്പോ അയാളെ കെട്ടിയതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച അത്ര നാണക്കേടൊന്നും അയാൾ അനുഭവിച്ചില്ലല്ലോ. ഉവ്വോ, പരിഹസിച്ചവരോടൊക്കെ അയാൾക്ക് വേണ്ടി വഴക്കടിച്ചത്, മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾക്കില്ലാത്ത ഗുണങ്ങൾ കൂടി ഉണ്ടാക്കി പറഞ്ഞ് ഞാൻ അയാളെ മഹാനാക്കിയത്, അതൊന്നും അയാൾക്കറിയില്ല. കാരണം അയാൾ ഉള്ളുകൊണ്ട് എപ്പോഴും ഒരു മലയൻ മാത്ര, ഒരിക്കലും എന്റെ ഭർത്താവല്ല. സന്ധ്യ, അമ്മയ്ക്ക് വിഷ്ണുമൂർത്തിയുടെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടിയില്ലേ? ഇനി സമാധാനത്തോടെ പോയി കുളിക്കുക. എന്നെ ഒന്ന് വെറുതെ വിടുക. ഇനി വിളക്ക് വേണ്ട, അണച്ചോളൂ. എന്നിട്ട് ഉണ്ണി മുന്നിൽ നടന്നോളൂ. നിറഞ്ഞു കത്തുന്ന സന്ധ്യാദീപം പോലെ ഭൂമുഖത്ത് പ്രകാശം ചെലുത്തേണ്ട ഒരു പെങ്കൊടി ആവണക്കണ്ണ കരിഞ്ഞു കത്തണ വന്തം പോലെ ശ്രീയില്ലാണ്ട് ഉള്ളിലെ വിളക്കണഞ്ഞു പോയി. അതാ മുഖത്തിരിട്ട്. എന്താന്നറിയില്ല, മുടി അഴിച്ചിട്ടും കുടി പാർത്ത് ദേഹം വിട്ടു പോകാൻ മടി കാട്ടുന്നു. എന്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാ. എന്താ ഇങ്ങനെ മുടി അഴിച്ചിട്ടും ഇളനീരും പനനീരും തന്ന് വൈദാഹം തീർത്ത് വധം വരുത്തിയിട്ടും ദേഹം വിട്ടു പോകാൻ മടി കാട്ടുന്നത്? ഞാൻ വിട്ടുപോയാ എന്റെ മുടിയേറ്റിയ ഉണ്ണി ഒറ്റയ്ക്കായി പോകും. ഞാനില്ലാത്ത നേരത്തെ എന്റെ ഉണ്ണിയെ നിലത്തു വീണ ചോറിൻ പറ്റുപോലെ, മാംസം പോയ മീനിന്റെ മുള്ളുപോലെ നിലത്തിട്ട് ചാവട്ടി അരച്ച് അരിശം തീർത്തുന്നു വരും. അപ്പോ ആ ഉണ്ണിക്ക് നമ്മുടെ കരുതല് വേണ്ടേ? എന്താ അത് വേണ്ടാത്തതാണെന്ന് തോന്നണുണ്ടോ? ഇല്ല, വേണ്ടത് തന്നെയാ. ഇവിടത്തേക്കുള്ള വെച്ചാരാധന ഇരിക്കാൻ തറയുള്ള അടിയന്റെ കുപ്പച്ചാളയിലേക്ക് എഴുന്നള്ളായിരുന്നു. അത് വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് പോകുന്ന എന്തിനാന്ന് അടിയനും മനസ്സിലായില്ല. ഇവിടെയാണ് എന്റെ ഉണ്ണിയുടെ താപവും മോഹവും പരവേശവും ഇറക്കി വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് അവൻ കണ്ണിൽ കണ്ടതും ഉള്ളിൽ കൊണ്ടു നടന്നതും കയ്യിൽ കരുതി വെച്ചതുമായിട്ടുള്ള സ്വപ്നങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് അവന്റെ ഇടനെഞ്ചി വന്ന വാക്കും പ്രാണം പിടഞ്ഞ കണ്ണീരും വീണ് പൊള്ളിയിട്ടുള്ളത്.
കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാത്ത മങ്കയുടെ മുഖത്തെന്താ അമേദ്യം തെറിച്ചതുപോലുള്ള ഒരു അറപ്പ്? ദൈവത്തിന് തെറ്റി. എന്റെ മുഖത്ത് അറപ്പല്ല, ഈ വേഷം കെട്ട് കണ്ടിട്ടുള്ള സഹതാപാ. ഞാൻ കാവിൽ വന്ന് തൊഴുത് കാല് പിടിക്കാത്തത് കൊണ്ടാവും മലയൻ ദൈവമായത് കാണിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഞാൻ കൂടി വന്ന് കാല് പിടിച്ചാലേ ഈ കോമാളി വേഷം അവസാനിപ്പിക്കുമെങ്കിൽ ദൈവം ഒരുപാട് ഉഷ്ണിക്കും. നാണയില്ലടോ തനിക്ക്? ഉണ്ണി എന്തിനാ ഒരു കുലടയോട് നല്ല വാക്കോതാൻ നിക്കണേ? ചീത്ത നോക്കിനും കറുത്ത വാക്കിനും പകരം മൊഴിയാനും മൊഴി ചോദിക്കാനും ഇവിടെ നാവുള്ളപ്പോ ഉണ്ണി എന്തിനാ അവനതിപ്പെടണേ? പകരം പറഞ്ഞതുണ്ടെങ്കിലും നടന്ന കാലിനും പൈതാഹം തീർക്കാൻ ഉണ്ണി ഇത്തിരി മധു ഒഴിച്ചു തരാ. മധു ഒഴിച്ചു തരാ. ഇല്ല, ഇവിടെ വെച്ച് കള്ളു കുടിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ സ്ഥലം നോക്കി പോയിക്കോടെ ഇവിടുന്ന്. ഉണ്ണി നാം പറയണത് മാത്രം കേൾക്ക. നോ കുടിവാർക്കട ഉണ്ണി ഉടച്ചു നേടിക്കൊടുത്ത മണ്ണും ഭവനവുമാണിത്. ഉണ്ണി മടിക്കാതെ ഒഴിക്ക. ഓഹോ, ഒഴിക്ക. അപ്പൊ ദൈവത്തിന് അതൊക്കെ അറിയാം. എങ്കിൽ ദൈവം വില്ലേജ് ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിക്കണം. ഈ തറവാടും മണ്ണും ഇന്നും വടക്കേപ്പാട്ടെ അമ്മുക്കുട്ടിയമ്മയുടെ പേരിലുള്ളതാ. ഞങ്ങളുടെ പരദേവതകൾ കുടിപാർക്കണ തറവാട്. ഇവിടെ വന്ന ഒരു മലയനും കള്ളു കുടിച്ച തോന്നേസ് കടിക്കാൻ പറ്റില്ല. മുലയിൽ വിഷം പുരട്ടിയ പൂതനയുടെ ചോര കുടിച്ചു വറ്റിച്ച വിഷ്ണുമൂർത്തിയാണെന്ന് മറക്കണ്ട. മറന്നാലും ചെയ്ത തെറ്റിനും പറഞ്ഞ വാക്കിനും പിഴയുണ്ടെന്നും മറക്കണ്ട. കാരമുള്ളിന് മൂർച്ചയുടെ കുശുമ്പും കാഞ്ഞിരത്തിന് വിഷക്കയ്പും കൊടുത്ത പെണ്ണിൽ പിടച്ചവളെ ഉണിമതു ഒഴിക്ക. ജാതിയെ താഴ്ന്നു പോയിന് ദണ്ണിച്ചിട്ട് കാര്യമില്ല. സംസ്കാരം വേണം. ഇതല്ലേ സംസ്കാരം? കള്ളു കുടിച്ചും തെറി പറഞ്ഞും സ്വന്തം മണ്ണുകാരും മണ്ണിൽ പൂഴ്ത്തിയും മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്ന വൃത്തികെട്ട ജന്മങ്ങള്. നിലമറന്ന് സംസാരിക്കരുത്. നിലമറന്ന് സംസാരിക്കരുത് പോലും. എന്താണോ തന്റെ നില? എന്റെ അമ്മായിയപ്പനാ. ആ ഒരു അധികാരം വെച്ച് എന്നോട് മിണ്ടിപ്പോകരുത്. നിങ്ങളെ പോലുള്ള നാശ വീട്ടിൽ കയറി ഇറങ്ങാൻ കാരണമാക്കി ഞാൻ തന്നെയാ പറഞ്ഞത്. ഇറങ്ങി പോയിക്കോണം ഇവിടുന്ന്. എന്നിട്ട് ഇവിടെ വന്ന് അടിച്ച് തുടച്ച് പുണ്യാകം തടിച്ച് ശുദ്ധിയാക്കണേ എനിക്ക്. ഇന്ന് നന്നായി ഒന്ന് കുളിക്കണം. ഇത്രയും കാലം ഒരു മലയന്റെ കൂടെ കഴിഞ്ഞതിനുള്ള അയിത്തം അടുത്താൽ അരിഞ്ഞുകളയും ഞാൻ. എന്റെ ഉണ്ണി ഇന്നോളം കുടിച്ച കണ്ണീരിന്റെ കയ്പിനും ചീത്ത നോക്കിനും കറുത്ത വാക്കിനും കുലദൈവം കൊടുക്കുന്ന ശിക്ഷ.